70-ൽ 41 പഞ്ചായത്തിൽ UDF അധികാരത്തിൽ വന്നു. CPM എന്നൊരു പാർട്ടിയുടെ ATM കൗണ്ടറായിരുന്നു ഈ കോർപ്പറേഷൻ. LDF തകരണം ഞങ്ങൾക്ക് ആഗ്രഹമില്ല, തോൽക്കണമെന്നേ ഉള്ളൂ. പക്ഷെ തകരാതെ നോക്കേണ്ടത് LDF ആണ്. അത് UDF-ലായാലും കോൺഗ്രസിലായാലും ഞങ്ങൾ പുറത്ത് ഒരു ടീമായിട്ടാണ്. ആ ടീം കോഴിക്കോട്ട് വിജയം. ബംഗാളിലെ CPM-ന്റെ ഗതി വരാതെ നോക്കാൻ ഇനിയെങ്കിലും ഇപ്പോഴുള്ള നയത്തൊന്നും തിരുത്താൻ CPM തയ്യാറായി. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ ഇടതുപക്ഷത്തിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും സമ്പൂർണ്ണമായി തന്നെ ഇടതുപക്ഷം പുറകോട്ട് പോയി എന്ന് പറയേണ്ടി വരും. കോർപ്പറേഷനുകളിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമാണ് നേരിയതെങ്കിലും ആശ്വസിക്കാവുന്ന ഒരു വിജയം ഇടതുപക്ഷത്തിന് ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ പോലും അവിടെ പോലും കേവല ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് ലഭിച്ചില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ 75 സീറ്റുകളിൽ 49 എണ്ണം നേടി വലിയ ഭൂരിപക്ഷം നേടിയെടുത്താണ് ഇത്തവണ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്തൊരു തരത്തിലേക്ക് കോഴിക്കോട് CPIM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുറകോട്ട് പോയത് എന്നുള്ളത് നാം കാണേണ്ടതുണ്ട്. അതേസമയം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് UDF ആണ് എന്നുള്ളത് പറയാതെ വയ്യ. കേരളത്തിലെ എല്ലാ ജില്ലകളെയും പോലെ തന്നെ കോഴിക്കോട് ജില്ലയ്ക്കകത്തും UDF-ന് വലിയ മേൽക്കോയ്മ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. കഴിഞ്ഞ തവണ കോർപ്പറേഷനിൽ വളരെ കുറഞ്ഞ അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്നിടത്തു നിന്ന് വലിയൊരു മുന്നേറ്റം UDF-ന് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലും ഭരണം UDF പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ചേരുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം, പ്രതീക്ഷ ചെറുതായി തെറ്റിയത് കോർപ്പറേഷൻ. അത് BJP-യെ CPM സഹായിച്ചു, ഡീലിമിറ്റേഷനിലും വോട്ടിങ്ങിലും. അതുകൊണ്ട് മാത്രം 143 വോട്ടിലാണ് നഗരസഭയിൽ നഷ്ടപ്പെടുന്നത്. ജില്ലാ പഞ്ചായത്തിൽ വന്നു 41 പഞ്ചായത്തുകൾ, 70-ൽ 41 പഞ്ചായത്തിൽ UDF അധികാരത്തിൽ വന്നു. 3 പഞ്ചായത്തുകളിൽ നെക്ക് ടു നെക്ക്. ഇതൊരു ചരിത്ര വിജയമാണ്. ഇത് സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി. UDF പ്രവർത്തക അഭിനന്ദനങ്ങൾ. അല്ല, കോഴിക്കോട് കോർപ്പറേഷനെതിരെ കഴിഞ്ഞ 5 വർഷമായി UDF ഉയർത്തിയ വിഷയങ്ങൾ ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഡെപ്യൂട്ടി മേയറുടെ പരാജയം. അത് കാരണം ഞാൻ പറഞ്ഞല്ലോ, CPM എന്നൊരു പാർട്ടിയുടെ ATM കൗണ്ടറായിരുന്നു ഈ കോർപ്പറേഷൻ. ഇപ്പോൾ അവർക്ക് കേവല ഭൂരിപക്ഷമില്ല, ചരിത്രത്തിൽ ആദ്യമാണ്. ഇതിൽ നിന്ന് CPM പണപിടിക്കണം. ഇനിയെങ്കിലും ഈ അഴിമതിയിൽ നിന്നും സ്വജനപക്ഷപാതത്തു നിന്നും ഒക്കെ അല്പമെങ്കിലും പിന്മാറാൻ CPM തയ്യാറാണ്. കോഴിക്കോട് ജില്ലയിൽ LDF തകരാതെ നോക്കട്ടെ. LDF തകരാൻ ആഗ്രഹമില്ല, തോൽക്കണമെന്നേ ഉള്ളൂ. LDF തകരണം ഞങ്ങൾക്ക് ആഗ്രഹമില്ല, തോൽക്കണമെന്നേ ഉള്ളൂ. പക്ഷെ തകരാതെ നോക്കേണ്ടത് LDF ആണ്. ഞങ്ങൾ തോൽപ്പിക്കും. എന്ത് BJP കോർപ്പറേഷനിൽ മാത്രമല്ലേ CPM സഹായം കൊണ്ട്? വേറെ ഏത് പഞ്ചായത്തിലുള്ളത്, ഏത് ജില്ലാ പഞ്ചായത്തിലുള്ളത്, ഏത് ബ്ലോക്ക് പഞ്ചായത്ത്? ഒരു മുന്നേറ്റം BJP-ക്ക് കോഴിക്കോട് നഗരസഭയിൽ CPM സഹായത്തോടെ മുന്നിട്ടുണ്ടായിട്ടുണ്ട്. അത് കാണാം, ഇല്ല എന്ന് പറഞ്ഞില്ല. അതിലപ്പുറം ഒന്നും BJP ഉണ്ടായിട്ടില്ല. ചരിത്രത്തിൽ അതിന് വരാൻ പോകല്ല. ജനം ഞങ്ങളോട് നിന്നു, അത്ര തന്നെ. അല്ല, ഇത് ടീം കോഴിക്കോടിന്റെ വിജയമാണ്, എന്റെ വിജയമല്ല. ടീം കോഴിക്കോട്. അത് UDF-ലായാലും കോൺഗ്രസിലായാലും ഞങ്ങൾ പുറത്ത് ഒരു ടീമായിട്ടാണ്. ആ ടീം കോഴിക്കോട് വിജയമാണ്. സംസ്ഥാനത്താകെ LDF-നെതിരെ ജനം തിരിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരിക്കൽ പോലും LDF-ന് കേരളത്തിൽ തലപൊക്കാൻ സാധിക്കില്ല. ബംഗാളിലെ CPM-ന്റെ ഗതി വരാതെ നോക്കാൻ ഇനിയെങ്കിലും ഇപ്പോഴുള്ള നയത്തൊന്നും തിരുത്താൻ CPM തയ്യാറായി. UDF-നൊപ്പം തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കോഴിക്കോട് കോർപ്പറേഷനിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റമാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ 7 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന BJP ഇത്തവണ ഇരട്ടിക്കടുത്ത സീറ്റുകൾ വർദ്ധിപ്പിച്ചു എന്നുള്ളതും കാണേണ്ടതുണ്ട്. ഇതിനെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ വിലയിരുത്തുന്നത് CPM BJP ബന്ധത്തിന്റെ തെളിവാണ് ഇത് എന്നുള്ളതാണ്. എന്നാൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം UDF-ന് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. അത് ഇടതുപക്ഷത്തിന് വലിയ ക്ഷീണമാവുകയും ചെയ്തു എന്നുള്ളതാണ് പരക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.